ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the Lord's name be glorified. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ളവനായിട്ടായിരിക്കും. I want to thank the Lord again for giving me an opportunity to be with all of you like this today. ഇങ്ങനെ ഒരു അവസരം പ്രിയപ്പെട്ടവരോടൊക്കെ ഉള്ള നന്ദിയും സ്നേഹവും ആദരവും പ്രാരംഭമായിട്ട് അറിയിക്കും. I would like to express my thanks and gratitude for those who have allowed me for this. കേരളത്തിലെ പ്രത്യേകിച്ച് ഇപ്പോൾ വീണ്ടും നിപ്പായുടെ ഒരു നിലയിലുള്ള അങ്ങനെ ഒരു മഹാമാരിയെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. These times we are hearing of Nipah virus, which is a big dangerous virus that is prevailing in Kerala right now. കോവിഡിൻ്റെ പ്രയാസങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നിയന്ത്രണത്തിലെത്തി എന്ന് കരുതിയ സന്ദർഭത്തിലാണ് വീണ്ടും ഈ നിലയിൽ നിപ്പ വൈറസിൻ്റെ ആക്രമണം കേരളത്തിലുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരാനിടയായത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഒരു നിയന്ത്രണത്തിലായി എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഈ മഹാമാരിയെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വരാനിടയായത്. Dear ones, we were thinking it was a time of matters being settled, and we now hear about this virus being spread. ആദ്യം കേട്ടതുപോലെ വലിയ പ്രയാസം ഇപ്പോഴും പറയുന്നില്ലെങ്കിലും അതിൻ്റെ ഭീഷണി ഇപ്പോഴും നിലവിലുണ്ട്. Even though it was mentioned initially, it was something very dangerous, but that threat is still there, even though it is not as dangerous as it was portrayed in the beginning. ഞാൻ ഇന്ന് സന്ധ്യയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ള പലതരത്തിലുള്ള കഷ്ടതകൾ വരുന്നത് എന്ന കാര്യമാണ് എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്തയായിട്ട് വന്നത്. Today evening, the thought that I would like to share with all of you is, why is it that God is allowing such difficulties to be there in our lives? നമുക്ക് വളരെ പരിചിതമായ ഒരു സങ്കീർത്തന വാക്യം 23-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യമാണ്. One familiar verse that we are all familiar verse is Psalms 23 verse 7. 4-ാമത്തെ വാക്യം. താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. Even though I walk through the valley of death, of the shadow of death, I fear no evil. നോക്കുക, കൂരിരുൾ താഴ്വര സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. Walking through the valley of death is not something that we like naturally. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യം വന്നാലും നമ്മുടെ ധൈര്യം എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് പറഞ്ഞതാണ് പലപ്പോഴും നമ്മളെ ധൈര്യപ്പെടുത്തുന്ന കാര്യം. But even if we are to walk through that valley of death, like David is telling over here, because he is with me, I will not have fear. നമ്മളെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 16:33 പറഞ്ഞ വാക്യവും നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. What the Lord Jesus spoke in John's Gospel, chapter 16, verse 34, is also something that we are very familiar with. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ബ്രദറെ, ആ വാക്യം ഏതായിരുന്നു? 33, sorry. Over there the Lord is telling, we have difficulties and tribulations in the world. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. The Lord Jesus himself is telling that in the world you have tribulations. എന്നാൽ അതിനോട് ചേർന്ന് അവിടെ കൊണ്ട് നിർത്താതെ കർത്താവ് പറഞ്ഞു, എങ്കിലും ധൈര്യപ്പെടുവീ. But Jesus is telling along with that statement, but take courage. എന്തുകൊണ്ട്? കാരണം ഞാൻ
ലോകത്തെ ജയിച്ചിരിക്കുന്നു. Why? Because I have overcome the world. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭൂമിയിലായിരിക്കുന്നിടത്തോളം നമുക്ക് കഷ്ടതകൾ, പ്രയാസങ്ങൾ ഉണ്ടാവാം. Dear ones, as long as we are here in this earth, we can have difficulties and trials and tribulations. എന്നാൽ ഈ കഷ്ടതകൾ എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നത്? But why is the Lord permitting all these difficulties and trials? നാം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടത കാണും. അടുത്തിരിക്കുന്ന സഹോദരനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കഷ്ടതയുമില്ല. When we look into our lives, we might be going through a difficult time, but when we look at the brother who's sitting beside us, he might not be going through difficult times. അല്ലെങ്കിൽ ഒരു സഹോദരി പറയുന്നത്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങ് കഷ്ടപ്പെടുകയാണ്, എന്നാൽ മറ്റേ സഹോദരിക്കൊന്നും അങ്ങനെയുള്ള ഒരു പ്രയാസവും ഇല്ല എന്നാണ് താരതമ്യം ചെയ്ത് ചിന്തിക്കുന്നത്. Another sister can tell, with my children I am struggling, but when I compare myself with that other sister, she is not struggling like that with her children. കണ്ടോ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും വ്യത്യസ്തമായ കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നത്, സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. What I was trying to tell was, all of us are going through different circumstances and different situations in life. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഈ നിലയിലുള്ള കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നതിന് കാരണം എന്താണ്? And what is the reason that God is allowing these different circumstances to prevail in each of our lives? പ്രിയപ്പെട്ടവരെ, അതിന് വ്യത്യസ്തമായ വളരെ വേഗത്തിൽ നമുക്കൊരു 7 കാര്യങ്ങൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കാം എന്ന് കരുതുന്നു. I would like to think on 7 different reasons for this today from the word of God. ഒന്നാമത്, നമ്മുടെ വിശ്വാസം അത് എത്രത്തോളം ജെനുവിനാണ്, എത്രത്തോളം അത് യാഥാർത്ഥ്യമുള്ളതാണ് എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടിയാണ് ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ അനുവദിക്കുന്നത്. The first reason that I would like to tell why God is allowing these trials to come in our life is just to test whether we have genuine faith. Is that faith really true in our life? 1 പത്രോസ് 1-ാം അധ്യായം 7-ാമത്തെ വാക്യം നോക്കുക. 1 Peter chapter 1 verse 7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. 1 Peter 1:7. 1 പത്രോസ് 1:7. So that the proof of your faith, being more precious than gold, which is perishable, even though tested by fire, may be found to result in praise and glory and honor at the revelation of Jesus Christ. ഇവിടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം പരിശോധിക്കപ്പെടുകയാണ്. അതിൻ്റെ ജെനുവിൻനെസ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി അത് പരീക്ഷിക്കപ്പെടുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In this verse it is mentioned that we are going through times of testing to see how genuine is your faith. നമ്മളൊക്കെ പലപ്പോഴും വിശ്വാസികളാണ് എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. Many a times all of us claim that we are all believers. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അവകാശപ്പെടാറുമുണ്ട്. And we claim many things with regard to our faith. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, ഞാൻ എല്ലാം പഠിക്കുന്നുണ്ട്, ഒന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പറയാറുണ്ട്. Children who are studying in schools, they many a times tell, I am studying very nicely, there is no problems. എന്നാൽ ആ കുഞ്ഞ് ശരിക്കും അവൻ പഠിക്കുന്നുണ്ടോ, അവന് അത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? But the real question is the child really studying or not? How will one know?
അതിനാണ് സ്കൂളുകളിൽ പരീക്ഷ വച്ചിരിക്കുന്നത്. It is for testing that child's knowledge the schools have kept examinations. പരീക്ഷയിലൂടെ കുട്ടി കടന്നു പോകുമ്പോൾ അപ്പോഴാണ് അവൻ അവകാശപ്പെട്ടത് ശരിയാണോ അല്ലയോ എന്ന് അവന് തെളിയിക്കാൻ കഴിയുന്നത്. It is when that child goes through the examination can that child prove the claim that he is making, whether he has studied well or not, it is being proved. പരീക്ഷയിൽ പാസ്സാവുകയും നല്ല മാർക്ക് ലഭിക്കുകയും ചെയ്താൽ അതെ ആ കുഞ്ഞ് പറഞ്ഞത് ശരിയാണ്, അവൻ നന്നായി പഠിക്കുന്നുണ്ട് എന്ന് ആളുകൾക്ക് വ്യക്തമാകും. ആ പരീക്ഷയാണ് അത് വ്യക്തമാക്കിയത്. It is that examinations result when the child goes through the exams and he scores good marks, then that marks is a proof to the claim that he had made that he had studied properly. അപ്പോൾ പരീക്ഷ സ്വാഭാവികമായി കുഞ്ഞിന് ഇഷ്ടമല്ലെങ്കിലും അത് അവൻ്റെ പഠനത്തിൻ്റെ നിലവാരത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തെളിയിക്കുന്നു എന്നുള്ളത് പരീക്ഷയെ വളരെ സ്വാഗതം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു എന്ന് വ്യക്തമാകും. Even though the child does not like going through examination, but we have to welcome the examination factor because it is the exam that is really proving or bringing to light whether that child has really studied or not. അങ്ങനെയാണ് ഇവിടെ പത്രോസും പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് അന്ന് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി തെളിയിക്കപ്പെടാൻ കഴിയും. ടെസ്റ്റിംഗ് ഫോർ അപ്രൂവൽ എന്നൊരു കാര്യമാണ് അവിടെ കാണുന്നത്. That is what Peter is telling over here. The proof of your faith, that faith which is more precious, is tested by the fire. That is what we see in this verse. യാക്കോബിന്റെ ലേഖനത്തിലും നമുക്ക് പരിചിതമായ ഒരു വാക്യം ഈ നിലയിലുണ്ട്. In the book of James also there is a verse that is we are familiar with. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നോക്കുക. James chapter 1 verse 1. 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. Verse 3. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവീൻ. Knowing that the testing of your faith produces endurance. കണ്ടോ, അവിടെയും വിശ്വാസത്തിന്റെ പരിശോധന അത് സന്തോഷമെന്നെണ്ണാനാണ് പറഞ്ഞിരിക്കുന്നത്. Here we are encouraged to count it as a blessing when our faith is being tested. ഏറ്റവും കൂടുതൽ പരീക്ഷകളിലൂടെ കടന്നുപോയ ബൈബിളിലെ കഥാപാത്രം ആരാണ്? Whom can you tell one who has gone through a lot of testings from the word of God? തീർച്ചയായിട്ടും നമ്മൾ ഇയ്യോബിന്റെ പേരായിരിക്കും പറയുന്നത്. Surely we will mention the name of Job. ഇയ്യോബിന്റെ ഭവനത്തിൽ പല വിധത്തിലുള്ള പരീക്ഷകൾ ഉണ്ടായി. In the house of Job, different kinds of trials came his way. ആ പരീക്ഷകളൊക്കെ ഉന്നം വെച്ചത് സത്യത്തിൽ എന്തിൻ്റെ മേലാണ്? അവന് ദൈവത്തിൽ യഥാർത്ഥ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നതിലാണ് ആ പരീക്ഷകളൊക്കെ ഉന്നം വെച്ചത്. The intention of all those examinations that Job went through is to see whether he really has faith on God or not. ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള വിവിധ നിലകളിലുള്ള പരീക്ഷകളാണ് ഇയ്യോബിനുണ്ടായത്. നമുക്കറിയാം. We know that Job's life, if we will look at his life, he has gone through different degrees of trials and testing. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇയ്യോബ് എന്താ പറയുന്നത്? But in the midst of all that testing, what is Job himself telling? ഇയ്യോബ് 13-15 വാക്യം നോക്കുക. Job chapter 13 verse 15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. Though he slays me, I will hope in him. കണ്ടോ, ഒരളവില് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, അവൻ്റെ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് ഉൾപ്പെടെ ശരീരത്തിലെ വലിയ ആ നിലയിലെ പുണ്ണും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ,
ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും സമ്പത്ത് നഷ്ടപ്പെടുകയും ചെയ്തിട്ടും ഇയ്യോബ് പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. See, in the life of Job, his children passed away, his body is full of diseases, and he has lost all his wealth. In spite of all that, he is telling, even though he slays me, I will hope in him. ഈ പരീക്ഷകളിലൂടെ കടന്നുപോയപ്പോൾ ഇതാ ഇയ്യോബ് പൊന്നുപോലെ പുറത്തു വന്നു. അവൻ്റെ വിശ്വാസം പരിശോധിക്കപ്പെട്ടിട്ടും അത് വളരെ യാഥാർത്ഥ്യമുള്ളതാണ്, അത് വളരെ ജെനുവിനാണ് എന്ന് ഈ വാക്കുകൾ തെളിയിക്കുന്നു. Through these verse, we are able to tell that even though Job went through examinations, he came out purified, and we are able to understand his faith was a genuine faith. എന്നാൽ ഇതേ കാര്യം തന്നെ ഇയ്യോബിൻ്റെ ഭാര്യയുടെ ജീവിതത്തിലും ഇത്രയും തീവ്രമായിട്ടല്ലെങ്കിലും ഒരു ചെറിയ അളവിലുണ്ടായി. But when you compare his wife's life, even though she did not go through the same degree to which Job was tested, what was her response? നോക്കുക, അതിൻ്റെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ആ പരീക്ഷയിലൂടെ കടന്നുപോയപ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ ജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വെളിപ്പെടുത്തുന്നു. When we look at Job chapter 2 verse 9, we can understand whether his wife passed the exam or failed the exam. അവിടെ ഇയ്യോബിൻ്റെ ഭാര്യ പറയുകയാണ്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്നാണ് അവൾ പറയുന്നത്. Then his wife said to him, do you still hold fast your integrity? Curse God and die. അതേസമയം മറുവശത്ത് ഇയ്യോബ് പറയുന്നത് എന്താ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. But on the other side, what is Job telling? Even if he slays me, he kills me, I will still hope for him. കണ്ടോ, ഏതാണ്ട് ഒരേ തരത്തിലുള്ള പരീക്ഷ രണ്ടുപേരും എഴുതി. ഒരാൾ പരീക്ഷയിൽ പാസ്സായി, മറ്റേ ആൾ തോറ്റുപോയി. You see, both of them wrote the same examination paper, but one passed and the other failed. ഈ നിലയിൽ ഒരു പരീക്ഷ ആ ഭവനത്തിൻ്റെ നേരെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ രണ്ടുപേരുടെയും വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യം ദൈവത്തിനോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോ നമുക്ക് ലോകത്തിനോ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. See, if such an examination paper was not handed over to Job and his family, neither us or the world will know whether their faith was genuine or not. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം പരിശോധിച്ച് തെളിയിക്കപ്പെടാൻ വേണ്ടിയാണ് പരീക്ഷകൾ പലപ്പോഴും അനുവദിക്കപ്പെടുന്നത്. Dear ones, we are all given examinations and trials to test whether our faith is genuine or not. രണ്ടാമത് നമുക്ക് വിശ്വാസികൾക്ക് പരീക്ഷകൾ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയാണ്. The second reason why the Lord allows trials and testings in our life is to become more and more closer to the nature of Jesus Christ. നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ് റോമർ 8:29. All of us are very familiar with Romans chapter 8 verse 29. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരങ്ങളിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. For those whom he foreknew, he also predestined to become conformed to the image of his son. അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നാം തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. So what is the ultimate aim of our Father? That we must all be conformed into the nature of his son. പലപ്പോഴും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ആ സ്വഭാവത്തോട് വേണ്ടതുപോലെ
അനുരൂപപ്പെടാനായിട്ട് കഴിയുന്നത്. And many a times it is when we go through such trials and testings and difficulties, we are able to be more and more confirmed into the nature of Jesus Christ. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നോക്കുക. Let's turn to Romans chapter 5 verse 3. അവിടെ നമ്മൾ വായിക്കുന്നത്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. But we also exult in our tribulations, knowing that tribulation brings about perseverance, and perseverance proven character, and proven character hope. സ്വാഭാവികമായിട്ട് ആരും കഷ്ടങ്ങളിൽ പ്രശംസിക്കാറില്ല. Naturally, nobody exalts and find joys when they go through tribulations. എന്നാൽ അങ്ങനെയുള്ള കഷ്ടതകൾ വന്നാലേ അത് സഹിഷ്ണുതയിലേക്കും സിദ്ധതയിലേക്കും പ്രത്യാശയിലേക്കും നമ്മെ നടത്തുകയുള്ളൂ. But only if we go through such tribulations will there be a growth in our perseverance, which leads to a proven character, and which leads to our hope being increased. ആ സഹിഷ്ണുതയും ആ സിദ്ധതയും ഒക്കെയാണല്ലോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അതിനോട് നമ്മളെ അനുരൂപപ്പെടുത്തിയത് ഈ കഷ്ടതയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. The nature of Jesus Christ, perseverance and hope and proven character, all was in the life of Jesus Christ also attained through going through the same kind of tribulations. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ ഈ കഷ്ടങ്ങളിലൂടെ കടന്നുപോയാൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കും. So in our life also, when we go through these tribulations, we can also know that, remind ourselves that it brings about perseverance and proven character and hope in our lives. സിദ്ധത എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവമാണ്. യേശുവിൻ്റെ അതേ സ്വഭാവം അതിലേക്ക് നമ്മളെ നടത്തുന്നത് കഷ്ടങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. When you tell proven character over here, it is referring to the character of Jesus Christ, and our trials and tribulations will lead us to that direction of Jesus. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് അനുവദിക്കുന്ന കഷ്ടങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ ദൈവം പിൻവലിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ അതിൻ്റെ ആ ലക്ഷ്യം നേടിയാൽ മാത്രമേ പലപ്പോഴും ദൈവം പിൻവലിക്കുകയുള്ളൂ. ദൈവം the trials and tribulations that the Lord is allowing in your life, He will only stop allowing you to go through such examinations only when He sees that He has seen that desired result of making you going through those examinations. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിൻ്റെ ലക്ഷ്യം തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുക എന്നതാണ്. What was God's ultimate aim in allowing those examinations? It is to make you more and more confirmed to the nature of Jesus Christ. നമ്മൾ ചില നേരത്തെ നമ്മുടെ മാസികയിൽ കൊടുത്ത ഒരു കഥ ഇതോടനുബന്ധിച്ച് കൊടുത്ത ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. I remember one story that was shared in our Jeevamozhigal magazine. അവിടെ ഒരു സഭയിലെ സഹോദരിമാരുടെ മീറ്റിങ്ങിൽ അവർ സംസാരിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് കഥയിൽ പറയുന്നത്. In that story, it is referring to a discussion that was happening among the sisters in the church. സഹോദരിമാരുടെ യോഗത്തിൽ ആ ആഴ്ച അവർ മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. In that sisters meeting, they were studying from the book of Malachi chapter 3. ആ 3-ാമത്തെ വാക്യം അവരെ വായിക്കാനിടയായി. And in their study, they were able to read verse 3 like this.
അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും എന്നാണ് നമ്മൾ വായിക്കുന്നത്. The verse reads like this: He will sit as a smelter and purifier of silver, and he will purify the sons of Levi and refine them like gold and silver. ഇവിടെ നോക്കുക, സ്വർണവും വെള്ളിയും ഒക്കെ ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചും നിർമ്മലീകരിക്കുന്നതിനെക്കുറിച്ചും ഈ വാക്യം സഹോദരിമാർ വായിച്ചു അവരത് ചർച്ച ചെയ്തു. The sisters read about gold and silver being purified, and they discussed about this among themselves in the meeting. എന്നാൽ അവർക്കിത് വേണ്ടതുപോലെ മനസ്സിലായില്ല. എപ്പോഴാ ഈ ശുദ്ധി വരുന്നെന്ന് എങ്ങനെ അറിയും, എങ്ങനെ അത് ചെയ്യുന്നത് എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചു. But they still did not understand after reading this verse, when can we tell gold and silver has been purified? And they started asking among themselves this question. അപ്പോൾ സഹോദരിമാരുടെ കൂട്ടത്തിൽ ഒരുവൾ പറഞ്ഞു, അത് സാരമില്ല, നമ്മുടെ ചർച്ച് ഹാളിനടുത്ത് ഒരു സ്വർണ്ണപ്പണിക്കാരനുണ്ട്, എനിക്ക് പരിചയമുള്ള ആളാണ്. പുള്ളിയുടെ പണി രാവിലെ മുതൽ വൈകുന്ന വരെ സ്വർണം ഉരുക്കുകയും ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കൊരു ദിവസം അങ്ങോട്ട് പോകാം, പുള്ളിയോട് ചോദിക്കാമെന്ന്. So one of the sister told, let's not worry much about this question. Near our church itself there is a goldsmith who is living, and from morning to evening his only duty is to sit and purify the gold. So I can go and ask a permission for all of us to go over there one day. അതനുസരിച്ച് അവർ അടുത്ത അവരുടെ മീറ്റിങ്ങിൻ്റെ ദിവസം അവർ ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെ കടയിലാണ് ചെന്നത്. So next time when they were supposed to have a meeting, they all went to that goldsmith's shop. അവിടെ ചെന്ന് അവർ പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളിയും പൊന്നും ഒക്കെ ശുദ്ധീകരിക്കുന്നതെന്ന് കാണാനാ ഞങ്ങൾ വന്നത്, നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, നിങ്ങൾ ചെയ്തു, ഞങ്ങളിത് കണ്ടു പഠിച്ചോളാം എന്നൊക്കെ അവർ പറഞ്ഞു. So the sisters told the goldsmith like this: we just came to and understand how you are purifying your gold. We will not make any disturbance or commotion for you. You continue your work. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു സ്വർണത്തിൻ്റെ കഷണം എടുത്ത് ഈ സ്വർണ്ണപ്പണിക്കാരൻ വലിയ ചൂടിൽ പിടിക്കുന്നു, വലിയ തീക്കകത്ത് പിടിക്കുന്നു. So as they were observing the work of the goldsmith, what he did was he took a block of gold and he is holding it upon a very hot furnace. എന്നിട്ട് അത് ഉരുകുമ്പോൾ പെട്ടെന്ന് പൊടുന്നനെ അതിനെ തണുത്ത വെള്ളത്തിൽ മുക്കുന്നു. And as soon as the gold in that vessel is melting, it is being dipped into a cold water. അതിനുശേഷം വീണ്ടും അത് എടുത്ത് ചൂട് തീയിൽ പിടിച്ച് പിന്നെയും അതിനെ ചൂടാക്കുന്നു. And that cold gold, again immediately the goldsmith is bringing it on top of a very hot surface. അത് ഉരുകി കഴിയുമ്പോൾ പിന്നെയും തണുത്ത വെള്ളത്തിൽ അത് മുക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ അവർ കാണാനിടയായി. So again, after it becomes in a liquid form, the goldsmith is bringing it back into the cold water, and many a times he was keeping on repeating this process. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ ചൂടിൽ തീയിൽ പിടിക്കുകയും പിന്നെ തണുത്ത വെള്ളത്തിൽ മുക്കുകയും ചെയ്യുന്നത്, എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ചു. So the observers, the sisters asked the goldsmith, what are you continuously making it hot and again dipping it in the cold water? What are you doing? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിൽ മായമൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് മറ്റ് ചില ലോഹങ്ങളൊക്കെ കലർന്നിട്ടുണ്ട്, അതൊക്കെ ഉരുക്കി അതിനെ കൂടുതൽ ശുദ്ധിയാക്കുക ചെയ്യുന്നു എന്ന് പറഞ്ഞു. So the goldsmith gave a reply: in this raw form of gold there are many things that are like alloys that are contaminating it. By doing this process I am making this gold more and more purified. ഇങ്ങനെ പലവട്ടം ചെയ്താലേ അത് യഥാർത്ഥത്തിൽ അത് നിർമ്മലമായി തീരുകയുള്ളൂ. And only if I keep on repeating this process of shifting it from hot to cold will it become more and more purified. അപ്പോൾ സഹോദരിമാരിൽ ഒരാൾ ചോദിച്ചു, ആട്ടെ, ഇത് ശരിക്കും നിർമ്മലമായി ശുദ്ധിയായി
എന്ന് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്, എപ്പോഴാണ് ഇതൊന്ന് നിർത്തുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചു. So one of the sister told and responded like this, okay, now you tell us, how do you know that this gold has really become pure? When are you going to stop this process? അപ്പോൾ ആ സ്വർണ്ണപ്പണിക്കാരൻ ഇങ്ങനെയാണ് പറഞ്ഞത്. So the goldsmith replied like this, ഈ ഉരുകിയ സ്വർണത്തിൽ എൻ്റെ മുഖം പ്രതിഫലിച്ച് കണ്ടാൽ അപ്പോഴെനിക്ക് മനസ്സിലാകും സ്വർണം പൂർണ്ണമായിട്ട് ശുദ്ധിയായി, അത് വേണ്ടതുപോലെ ഉരുകി ആ കീടങ്ങൾ മാറി എന്നെനിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. this gold that I am melting, the moment my image gets reflected on that liquid form of gold, I will be able to understand, yes, all the wanted contaminations has been removed from that core gold that I had used initially. ഉരുകിയ സ്വർണത്തിൽ ഞാൻ നോക്കുമ്പോൾ അതിൽ എൻ്റെ മുഖം പ്രതിഫലിച്ച് കണ്ടാൽ അത് ശുദ്ധിയായി. In that gold, if my face gets reflected, then I know for sure that this is pure gold. സഹോദരിമാർക്ക് അപ്പോൾ കാര്യം മനസ്സിലായി. So sisters now understood the verse that they had read. കർത്താവിൻ്റെ മുഖം നമ്മൾ പ്രതിഫലിച്ച് കാണുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ശുദ്ധിയാകുന്നത്. When the image of the Lord gets reflected on us, it is at that point of time we can also tell that we have been purified by the Lord. കണ്ടോ, നമ്മളെ ഈ തീയിലൂടെയും വെള്ളത്തിലൂടെയും കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ മുഖം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണണം. അതാണ് കർത്താവ് ഈ കഷ്ടങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. The Lord wants His image to be displayed as He allows us to go through these difficult times of moving us from the hot and to the cold. അപ്പോൾ നമ്മൾ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ ഈ പരിശോധനകൾ വരുന്നത്, ഒന്ന്, അത് വിശ്വാസം ജെനുവിനാണോ എന്ന് തെളിയിക്കപ്പെടാനാണ്. രണ്ട്, നമ്മളെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്താനാണ് എന്നീ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. So till now we saw two reasons why the Lord wants us to go through examinations. One, it is to test whether our faith is genuine. Two, it is to make sure that we are being more and more conformed into the image of Jesus Christ. മൂന്നാമതൊരു കാര്യം നമ്മൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കും. 2 Corinthians chapter 1 verse 4 we read the third reason. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്നാണ്. The verse reads like this, who comforts us in all our affliction, so that we will be able to comfort those who are in any affliction with the comfort with which we ourselves are comforted by God. ഇവിടെ എന്താ പറയുന്നത്? What is this verse speaking to us? യഥാർത്ഥത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവരെ നമുക്ക് ആശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും സമാനമായ കഷ്ടങ്ങൾ നേരത്തെ അനുഭവിച്ചവരായിരിക്കണം. If we have to give comfort to those who are already going through a difficulty, we ourselves should have gone through those same trials so that we can give comfort to others. അപ്പോൾ ഈ കഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമോ ഒരു തണലോ ഒരു അഭയമോ ഒക്കെ ആകാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങൾ അനുവദിക്കുന്നത് എന്ന് മൂന്നാമതൊരു കാരണം നമുക്കിവിടെ കണ്ടെത്താം. So we can come to a conclusion. The reason why the Lord allows us to go through difficulty is so that we can be a comfort or a shelter or a shade to others who are going through the same kind of problems. ഒരു കഷ്ടത്തിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ
സമാനമായ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ആളെ ആശ്വസിപ്പിക്കാൻ കഴിയുള്ളൂ. Only one who has gone through those same road of trials and testing can he give some comfort to the person who is traveling on that same road. നോക്കുക, തൻ്റെ ഒരു മകൻ അകാലത്തിൽ മരിച്ചുപോയ ഒരു അമ്മയ്ക്ക് മറ്റൊരു അമ്മയുടെ കുഞ്ഞിന് ഒരു അപകടം വരുമ്പോൾ അല്ലെങ്കിൽ അത് മരണത്തിലേക്ക് നീങ്ങുമ്പോൾ അവളെ യഥാർത്ഥത്തിൽ ചെന്ന് ആശ്വസിപ്പിക്കാൻ കഴിയും. Only a mother who have lost her own son can go to another mother whose son is going to the verge of death. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നത് ഒരു പക്ഷേ സമാനമായ കഷ്ടത്തിലൂടെ പോകുന്ന മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ, അവർക്കൊരു തണലാകാൻ, അവർക്കൊരു അഭയമാകാൻ, അവർക്കൊരു ആശ്വാസമാകാൻ ദൈവം നമ്മളെ ആയിരിക്കാം കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാവാം നമ്മളെ അതിലൂടെ കടത്തിവിടുന്നത്. Maybe the Lord has seen you as an instrument to be a comfort to that other person who is also going through the same kind of trials that you once went through. So that is why he is training you in such examinations. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ദൈവം കഷ്ടത്തിലൂടെ കടത്തിവിടുമ്പോൾ അത് നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്തി നമ്മൾ ദൈവത്തോടും ഒക്കെ പകയും പരിഭവവും ആ നിലയിലെ പരാതിയും ഉള്ളവരായിട്ടായിരുന്നാൽ നമുക്ക് പിന്നീട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ല. But one thing that we have to notice in this verse is, when God is allowing you to go through a particular trial, you start hardening your heart, you start complaining and grumbling, then he cannot use you as an instrument to give comfort to others. നമ്മൾ വായിച്ച വാക്യം ശ്രദ്ധിക്കുക. ഒന്നാമത് ആ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി ഒരു ആശ്വാസം പ്രാപിച്ചത് കൊണ്ടാണ് ആ സമാനമായ കഷ്ടത്തിലൂടെ കടന്നുപോയവരെ ആശ്വസിപ്പിക്കാൻ അവർക്ക് കഴിയുന്നത്. If you read this verse very carefully, when we went through those afflictions, it is because you received a comfort, you are able to offer that comfort to others who are going through the same kind of conflicts. നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. ഫിലിപ്പിയർ 2:19-25 വാക്യങ്ങൾ. Philippians chapter 2 verses 19 to 25. അവിടെ നമ്മൾ കാണുന്നത് പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുകയാണ്. What we see over here is Paul is now residing or living in a prison and he is writing a letter to the Philippians. നമ്മൾ പറഞ്ഞ ഭാഗത്ത് പൗലോസ് പറയുന്നു, ഞാൻ തീമത്യോസിനെ എപ്പഫ്രാദിത്തോസിനെ ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. അവര് എന്നെ സഹായിച്ച് എന്നെ ആശ്വസിപ്പിച്ച് ഇവിടെ ഇരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് നിങ്ങളിപ്പോൾ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ അവരെ ഞാനിതാ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. In this passage, Paul is telling that I am sending Timothy and Epaphroditus so that they will not sit here and give me comfort, but I understand that you are going through difficulties and you need some comfort, so I am sending them to you. കണ്ടോ, പൗലോസ് ചില കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. അതുകൊണ്ട് പൗലോസ് താൻ എന്ത് ചെയ്യുന്നു, സമാനമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ വേറെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഫിലിപ്പിയരെ ഓർക്കാനും അവരെ സഹായിക്കാനും തയ്യാറാകുന്നതിൻ്റെ ഒരു പ്രായോഗികമായ ഒരു വശമാണ് നമ്മളിവിടെ കാണുന്നത്. Paul went through trials and exams by the Lord, and what he learned from that, he is now wanting to give that comfort to the Philippians by sending them to the people of Philippians. നാലാമതായിട്ട് കഷ്ടതയുടെ മറ്റൊരു കാര്യം, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക എന്ന ആ പദവി, അതിനോട് നീതി പുലർത്താൻ വേണ്ടിയാണ് നമുക്ക് പലപ്പോഴും ദൈവം കഷ്ടം അനുവദിക്കുന്നത് എന്നതാണ്. The next reason why God is allowing you to go through tribulations and trials is because you have been called as a Christian
and it is to be able to give honor to that calling. Our calling is to go through sufferings, to have, it is to be faithful to that calling. 1 പത്രോസ് 4:14 നമ്മളത് കാണുന്നു. ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. In 1 Peter chapter 4 verse 14 we read this verse. ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാൻ. For the name of Christ you are blessed. We are called so that if you are reviled for the name of Christ, you are blessed. Because we have been called to be followers of Jesus Christ, that is our share of our calling. അതിന്റെ 16-ാമത്തെ വാക്യം നോക്കുക. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. Verse 19, therefore, those also who suffer according to the will of God shall entrust their souls as a faithful to a faithful Creator, and we should not shy away when God is allowing us to go through such sufferings. 1 പത്രോസ് 3:14 നമ്മൾ കാണുന്നത് 3:14 നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വരും, എന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് നമ്മളവിടെ കാണുന്നത്. In 1 Peter chapter 3 verse 14, even if you should suffer for the sake of righteousness, you are blessed. That is what we are. അപ്പൊ നോക്കുക, നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ കാണുന്നത് ക്രിസ്ത്യാനിയുടെ ആ നിലയില് അവൻ്റെ ഒരു അനുഭവമാണ് പലപ്പോഴും ഈ ലോകത്തിൽ നിന്ന് കഷ്ടങ്ങൾ സഹിക്കുക എന്നുള്ളത്. ആ പദവിയോട് നീതി പുലർത്താൻ വേണ്ടി ദൈവം നമുക്ക് അത് അനുവദിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. So from all these verses we can understand it is to be faithful to that calling of God. Because you have been called to be a Christian, your share is to go through sufferings, and for that he allows you to go through these trials. നമ്മൾ ഇന്ത്യയിലെ തന്നെ മണിപ്പൂരിലും മറ്റു പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. Even in India, in places like Manipur, only because you are a Christian, you are going through some difficulties. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഈ നിലയിലുള്ള അനുഭവങ്ങളൊക്കെ നമുക്കും വന്നുകൂടുന്നില്ല. Dear ones, going forward, there is no guarantee that this kind of difficulty will not come our way. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. But Peter is exhorting over here, because you are a Christian and you are called to suffer, do not shy away from such difficulties. എബ്രായർ 11 ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആ നിലയിൽ വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിച്ചവരെ കുറിച്ചും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. When we turn to Hebrews chapter 11, we can see many lives which went through a lot of trials and testings. അതിൻ്റെ 11:33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. Let's look at verses 33 to 38. സമയച്ചുരുക്കം മൂലം ഞാൻ അത് വായിക്കാനായിട്ട് ഉരുപ്പെടുന്നില്ല. Because of the shortness of time, I am not reading all those verses. എന്നാൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ രണ്ട് കൂട്ടർക്ക് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടായതായിട്ടാണ് നമ്മൾ കാണുന്നത്. But when we see the people who went through sufferings, two groups of people are responding in two different ways. രണ്ട് കൂട്ടരും വിശ്വാസികളാണ്. Both these groups are believers. എന്നാൽ നോക്കുക, അതിൻ്റെ 33 മുതൽ 35 ആദ്യ ഭാഗം വരെ നമ്മൾ കാണുന്ന ആ വിശ്വാസികൾ എന്ത് ചെയ്തു? അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അവർ രാജ്യങ്ങളെ അടക്കി, സിംഹത്തെ നേരിട്ടപ്പോൾ അതിൻ്റെ വായയെ അടച്ചു, അവർ തീയിലൂടെ കടന്നു പോയപ്പോൾ അതിൻ്റെ ബലം കെടുത്തി, അവർ വാളിലൂടെ കടന്നു പോയപ്പോൾ വാളിൻ്റെ വായ്ക്ക് തെറ്റി. അങ്ങനെ അതൊന്നും അവരെ നേരിടാതെ അതിൻ്റെ മുമ്പിലൊക്കെ ജയാളികളായിട്ട് അവരെ നടത്തിയതായിട്ടാണ് കാണുന്നത്.
The first group of believers, what they did was, we see that when they came in front of the lion's mouth was shut. When they came in front of the fire, they quenched the power of the fire. When they came in front of the sword, they escaped the edge of the sword. What we generally see is they conquered all these situations. എന്നാൽ അതിനോട് ചേർന്ന് അതിൻ്റെ 35 മുതൽ 38 വരെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമോ, അവർ ഭേദ്യമേറ്റു, പരിഹാസം, ചമ്മട്ടി, ചങ്ങല ഇതൊക്കെ ആ നിലയിൽ അവർ ഏൽക്കേണ്ടതായിട്ട് വന്നു. ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, അവരതൊക്കെ ഏറ്റുവാങ്ങി എന്നാണ് നമ്മളവിടെ കാണുന്നത്. But when you see the believers, the second group from verses 35 to 38, when they were allowed to be tortured, when they were allowed to go through difficult times, they they accepted those sufferings in their lives. അപ്പൊ കണ്ടോ, ഈ ഈർച്ചവാളാൽ അറുക്കപ്പെടുകയും ചമ്മട്ടിയും ചങ്ങലയും പരിഹാസവും ഏൽക്കുകയും ഭേദ്യം ഏൽക്കുകയും ചെയ്തവര് നേരത്തെ പറഞ്ഞവരെക്കാൾ വിശ്വാസം കുറഞ്ഞവരായിരുന്നു. So can we conclude that those who were put to death, those who were put about in sheepskins and goatskins, can you tell that in comparison to the first group of believers, they are different in their degree of faith? അല്ല പ്രിയപ്പെട്ടവരെ, രണ്ടു കൂട്ടരും ഒരേപോലെ വിശ്വാസികളായിരുന്നു. പക്ഷേ ദൈവം തൻ്റെ സർവജ്ഞതയിൽ രണ്ടു കൂട്ടർക്ക് രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് അവർക്ക് അനുഭവം നൽകിയത്. Both of the group of believers, you can't distinguish them. God in his great knowledge permitted different kinds of trials in both these believers' lives. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതെന്തോ കുറഞ്ഞ കാര്യമായിട്ടല്ല കാണേണ്ടത്. അതൊരു പദവിയാണ്. അതിന് ദൈവം നമ്മളെ ആ നിലയിൽ അനുവദിച്ചെങ്കിൽ അതിന് നന്ദി പറയുക. So when God in his great wisdom is allowing you to go through trials and difficulties because you are a Christian, you should never consider it as something of low standard, but as a privilege, as a blessedness. അതുപോലെ തന്നെ ദൈവം തന്റെ സർവജ്ഞതയിൽ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ അതിലും നമ്മളെന്തോ മറ്റവരെക്കാളും കൂടിയ ആളുകളാണ് എന്ന് കരുതാതെ ദൈവത്തിന് നന്ദി പറയുക, നന്ദിയുള്ളവരായിട്ടായിരിക്കുക. But on the other side, if God in his great wisdom is not allowing you to go through these difficulties, do not consider yourself that you have a special status before God. Humble yourself. നമുക്ക് കഷ്ടത അനുവദിക്കുന്നതിൻ്റെ ഒരു അഞ്ചാമത്തെ കാരണം നമുക്ക് 34-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാനായിട്ട് കഴിയും. The fifth reason why God allows trials in our life, we can read from Psalms 34. അവിടെ നമ്മൾ കാണുന്നത് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൂടുതൽ സജീവമാകും. അങ്ങനെ ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് കൂടുതൽ സജീവമാക്കാൻ അവിടുന്ന് നമ്മളെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. From this Psalms, we can understand that when we go through trials and tribulations, we can feel more of the presence of the Lord. And in that context, God allows tribulation in our life. 34-ാമത്തെ വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. Psalms 34 verse 18, the Lord is near to the broken-hearted. കണ്ടോ, ദൈവം സമീപസ്ഥനായിട്ട് സങ്കീർത്തനക്കാരനായ ദാവീദിന് തോന്നിയത് എപ്പോഴാണ്? ആ കഷ്ടത്തിലൂടെ കടന്നുപോയി ഹൃദയം നുറുങ്ങിയപ്പോഴാണ്. When did David feel that the Lord is very near? It is when he allowed David to go through that difficult situation and he was broken. 46-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം, കോരഹപുത്രന്മാരുടെ ആ സങ്കീർത്തനം നമുക്ക് പരിചിതമാണ്. 46:1. Psalms 46 verse 1, the Psalms of the sons of Korah, we are familiar with. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു.
God is our refuge and strength, a very present help in trouble. ദൈവം എപ്പോഴും സമീപസ്ഥനും എപ്പോഴും അടുത്ത തുണയും തന്നെയാണ്. At all times, God is very near and a good help. പക്ഷേ കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ആ നിലയിൽ അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്, ദൈവം അടുത്ത തുണയാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. But it was when they went through trouble, they were able to realize that God's help, His presence was near to them. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കുക, പലപ്പോഴും കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴല്ലേ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കൂടുതൽ ഒരു യാഥാർത്ഥ്യമായിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നു. If you will look into your own lives also, will you not agree that it is when you go through difficult times, you are able to tell that, yes, the Lord was very near to me. കുഞ്ഞുങ്ങളുമൊത്ത് നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ സാധാരണഗതിയിൽ അപ്പൻ്റെ കയ്യിൽ പിടിക്കുകയില്ല. പക്ഷേ നല്ല ഇരുട്ടുള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു പട്ടി കുരയ്ക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞ് കാണാം അപ്പൻ്റെ കയ്യെ കയറി പിടിക്കുന്നു. Usually when the children walk with their parents, they do not hold the hands of their parents. But when they walk in darkness, or when a dog will start barking, they will quickly hold on to the hand of their parents. കണ്ടോ, പട്ടി കുരയ്ക്കുക, ഇരുട്ട് വരിക തുടങ്ങിയ കഷ്ടങ്ങൾ വന്നപ്പോഴാണ്, നേരത്തെ തന്നെ അടുത്തുണ്ടായിരുന്നു പിതാവ്, പക്ഷേ ആ പിതാവിൻ്റെ കരം ഗ്രഹിക്കാൻ അപ്പോഴാണ് അവർക്ക് തോന്നിയത്. The father was always walking beside the child, but it was when they went into darkness or when they heard the dog barking, they held on to the father's hand. നമ്മൾ നേരത്തെ വായിച്ച ആ 23-ാം സങ്കീർത്തനം ഇത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. This truth is very beautifully mentioned in Psalms 23. നമ്മൾ നേരത്തെ വായിച്ചത് അതിൻ്റെ മധ്യത്തിലുള്ള വാക്യമാണല്ലോ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. The verse 4, even though I walk through the valley of shadow of death, I fear no evil, for you are with me, your rod and your staff, they comfort me. ഈ വാക്യം എന്ന് പറയുന്നത് 6 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിൻ്റെ മധ്യത്തിലെ വാക്യമാണ്. This psalm is a verse that is placed in the middle of 6 verses. ഇവിടെ സങ്കീർത്തനക്കാരൻ ഈ 4-ാം വാക്യത്തിലാണ് കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നുപോയത്. And the psalmist is walking through the valley of death at this particular verse. ഈ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടക്കുന്നതിന് മുമ്പ് ദൈവത്തെ ഈ സങ്കീർത്തനക്കാരൻ എങ്ങനെയാ വിളിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you noticed how this psalmist is addressing God before the time he had to go through the valley of death? അതിൻ്റെ 2-ാം വാക്യത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, 3-ാം വാക്യത്തിൽ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. He is telling like this about God: He makes me lie down in green pastures. In verse 3, He leads me beside quiet waters. കണ്ടോ, ദൈവത്തെ അവൻ എന്നിങ്ങനെ ഒരു തേർഡ് പേഴ്സൺ സിംഗുലറിലാണ് സങ്കീർത്തനക്കാരൻ ഈ കൂരിരുൾ താഴ്വരയ്ക്ക് മുമ്പ് വിളിക്കുന്നത്. Before the psalmist went through the valley of shadow of death, he is addressing God as he, as a singular third person. എന്നാൽ കൂരിരുൾ താഴ്വരയിൽ കൂടി കടക്കുമ്പം മുതൽ അതിനു ശേഷവും ദൈവത്തെ വിളിക്കുന്നത് കണ്ടോ, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട് യു എന്ന് ആ നിലയിൽ കണ്ടോ കുറച്ചുകൂടി ഒരു അടുപ്പം വരുന്നത് നമുക്ക് കാണാൻ കഴിയും. But once the psalmist went through the valley of shadow of death, he is no longer addressing God as he,
but someone whom he has seen, and he is addressing God as you. In many places, you are with me, your staff is a comfort to me, you have laid a table before my enemies. He is addressing. അവനിൽ നിന്ന് yes, അവനിൽ നിന്ന് നീയിലേക്കുള്ള ഈ മാറ്റം കൂരിരുൾ താഴ്വരയിൽ വെച്ചാണ് സംഭവിച്ചത്. The transformation of calling God from he to you occurred when he went through the valley of shadow of death. കുറച്ചുകൂടെ നമ്മുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന സംബോധന അവൻ എന്നുള്ളതിനേക്കാൾ നീ എന്നുള്ളതാണ്. We feel more intimate when we call not God as he, but we call God as you. നീ എന്ന് പറയുമ്പോൾ മുഖാമുഖമായിട്ട് കണ്ട് നേരിട്ട് സംസാരിക്കുന്ന ഒരു അനുഭവം. When you tell God as you, you are as though you have witnessed God in front of you and you are speaking to him face to face. സങ്കീർത്തനക്കാരൻ കണ്ടോ, കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നപ്പോൾ അതുവരെ ദൈവത്തെ അവൻ 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 എന്ന് വിളിച്ചിരുന്നത് ഉടനെ നീ 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 എന്ന് മാറും. So the psalmist, before he came to the valley of shadow of death, he was calling God as he addressed God as he, but afterwards he is addressing God as you. ദൈവത്തിന്റെ സാന്നിധ്യം കൂരിരുൾ താഴ്വരയിൽ വെച്ച് കൂടുതൽ സജീവമായി. So the presence of God, the nearness of God was more felt by the psalmist in the valley of his journey. നമ്മൾ ഇതുവരെ ദൈവം കഷ്ടങ്ങൾ അനുവദിക്കുന്നതിൻ്റെ 5 കാരണങ്ങളാണ് പറഞ്ഞത്. So we saw 5 different reasons why God is allowing difficulties and trials in our life. ഈ 5 കാര്യങ്ങളും വളരെ പോസിറ്റീവായ കാര്യങ്ങളായിരുന്നു. And all these 5 reasons that we spoke are on a positive note. ഒന്നാമത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം തെളിയിക്കപ്പെടാൻ ആണ് ഈ കഷ്ടത തരുന്നത്. The first reason that we saw is to prove the genuineness of our faith. രണ്ടാമത് പറഞ്ഞത് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് കൂടുതൽ അനുരൂപപ്പെടാനാണ് ഈ കഷ്ടത തരുന്നത്. Second, we saw it is to help us to become more conformed into the image of Jesus Christ. മൂന്നാമത് നമ്മൾ പറഞ്ഞത് കഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഒരു ആശ്വാസവും തണലും അഭയവും ആകാൻ വേണ്ടിയാണ് നമുക്ക് ഈ കഷ്ടത തരുന്നത്. God is allowing us to go through these difficulties so that we can be a comfort or a shelter to others who are going in through the same situations. നാലാമത് നമ്മൾ പറഞ്ഞത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്ന പദവിയോട് നീതി പുലർത്താൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഈ കഷ്ടതകൾ അനുവദിക്കുന്നത്. The fourth reason that we saw is so that when we go through trials, we can be faithful to those struggles because we are called to suffer in our life. അഞ്ചാമതായിട്ട് നമ്മൾ കണ്ടത് ക്രിസ്തുവിന്റെ സാന്നിധ്യം കഷ്ടങ്ങളിൽ കൂടുതൽ സജീവമാകും എന്നുള്ളതാണ്. And the fifth reason that we saw was it is in our difficulties and trials we feel the presence of God more. He is more near to us. എന്നാൽ ഇനി പറയാൻ പോകുന്ന 2 കാരണങ്ങൾ നെഗറ്റീവായ നിഷേധാത്മകമായ 2 കാര്യങ്ങളാണ്. But the next 2 reasons that we are going to see now are on a negative note. നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നോക്കാം. Galatians chapter 6 verse 8. അവിടെ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും എന്ന് നമ്മൾ കാണുന്നു. We read like this, that those who sows to his own flesh will from the flesh reap corruption. പ്രിയമുള്ളവരെ, കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത തെറ്റുകളുടെ സ്വാഭാവിക പരിണത ഫലമായിട്ട് നമുക്കിന്ന് കഷ്ടങ്ങൾ വരാം. What we read over there was, before we came to know the Lord personally, we have sown some seeds, and the reaping of those seeds would be the reason for our difficulties. ഉദാഹരണത്തിന് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് മദ്യപാനം ഒരു ശീലമാക്കിയ ഒരാളെ കുറിച്ച് ചിന്തിക്കുക.
Let us consider a person who, before knowing the Lord, was a drunkard. ഓ, കർത്താവിനെ അറിഞ്ഞു രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഈ ദീർഘവർഷങ്ങൾ മദ്യപാനം മൂലം അവനുണ്ടായ ലിവർ സിറോസിസോ അങ്ങനെയുള്ള അസുഖങ്ങളോ പൊടുന്നനെ മാറുകയില്ല, മറിച്ച് അതിൻ്റെ പരിണിത ഫലം അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരും. Because of his long time span of drinking alcohol, from the day he is saved, it does not mean that maybe his condition of liver cirrhosis just evaporates suddenly. The consequences of what he did in the past, he will have to bear. ഞാൻ നമ്മൾ മാത്രമുള്ളതുകൊണ്ട് ഞാനൊരു സംഭവം ഓർക്കുന്നത് ഇങ്ങനെ പറയാം. I would like to recite something that an incident. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രാദേശിക സഭയിലെ ഒരു കുടുംബം, HIV പോസിറ്റീവായ ഒരു കുടുംബം, അവരോട് സുവിശേഷം പറയാനും അവർ രക്ഷയിലേക്ക് വരാനും ഇടയായി. In our local church, we were able to tell the gospel to a family where there was HIV positive. ഭാര്യയും ഭർത്താവും ആ നിലയിൽ ഈ ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമായിരുന്നു. That was a family, both husband and wife, they were going through this difficulty. അവര് കർത്താവിനെ സ്വീകരിച്ച് മുന്നോട്ട് വന്നെങ്കിലും അസുഖം പിന്നെയും തുടർന്നു. Even though they both accepted Jesus Christ and came forward, that sickness still continued in their life. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വർഷങ്ങൾ മദ്യപാനം ശീലമാക്കിയിരുന്ന ഒരുവൻ, അവന് ഉണ്ടാകുന്ന ലിവർ സിറോസിസ് പോലെ ജഡത്തിൽ വിതച്ചാൽ അതിലൊരു കൊയ്ത്ത്, നാശം കൊയ്യുക എന്നത് പ്രകൃതിയുടെ ഒരു സ്വാഭാവിക രീതിയാണ്. അതിൻ്റെ ഫലമായിട്ടും ചിലർക്ക്, വിശ്വാസത്തിൽ ഇന്നുള്ള ചിലർക്ക് ചില കഷ്ടങ്ങൾ ഉണ്ടാകാം. According to this verse, what we have sown in the flesh and the reaping of that flesh will continue even though we have become children of God. ഒടുവിലായിട്ട് നമുക്ക് ആ നിലയിലുള്ള ചില കഷ്ടതകൾ ദൈവം നമുക്ക് തരുന്നത് നമ്മെ ഒരു ബാലശിക്ഷ നടത്തുന്നതാകാം എന്ന കാര്യവും നമ്മൾ ഓർക്കണം. Let us look at the last reason why God is allowing such trials in our life. It is in one sense that God is correcting us. സദൃശ്യവാക്യം 13:24 നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു. Proverbs chapter 13:24. 13:24. 13 verse 24. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. He who withholds his rod hates his son, but he who loves him disciplines him diligently. നമ്മൾ വിശ്വാസത്തിൽ വന്ന ശേഷം നമ്മൾ ചില തെറ്റുകൾ ചെയ്താൽ ദൈവം നമ്മളെ ഒരു ശിക്ഷണത്തിന് വിധേയമാക്കും. After coming to faith, when we do something wrong, there will be a correction that God allows in our life. അത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ ബാലശിക്ഷ നമുക്ക് തരുന്നത്. And it is because he loves us, this disciplining is being given to us. എബ്രായർ 12:5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. Hebrews 12 verses 5 to 10. Let us look. സമയ ചുരുക്കം മൂലം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ കർത്താവ് ഒരു വിശ്വാസിക്ക് തൻ്റെ മകൾക്ക് അനുവദിക്കുന്ന ബാലശിക്ഷയുടെ ഒരു വിശദമായ വിവരം നമുക്ക് 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാൻ കഴിയും. In verses 5 to 10, we can see the discipline that a father gives to his child. മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗം
ഗുണത്തിനായി തന്നെയാണ്, നമ്മുടെ ആത്യന്തിക ഗുണത്തിനാണ് നമ്മളെ ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാണ് അവിടെ അവസാനിക്കുന്നത്. The verse which starts, "My son, do not regard lightly the discipline of the Lord," ends by telling he is doing it for your own good. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഇന്ന് വരുന്ന ചില കഷ്ടതകൾ ഒരുപക്ഷെ നമുക്ക് ദൈവം തരുന്ന ബാലശിക്ഷയുടെ ഭാഗമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. So, as a believer, some disciplines or difficulties that the Lord is allowing in our life, we can judge and see, is it possible that the Lord is correcting me? അപ്പോൾ നമ്മൾ 1 കൊരിന്ത്യർ 11 24 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ കർത്തൃമേശയിൽ ആ നിലയിൽ ഗൗരവമില്ലാതെ സംബന്ധിച്ചാൽ ചില ബാലശിക്ഷകളിലൂടെ കടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ 11. When we are doing the Lord's table also, if in 1 Corinthians chapter 11 verses 23, there is also a reference where if you are partaking of the Lord's table without judging yourself, there is a consequence that can come upon your life. That is also mentioned over there. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു പക്ഷേ ദൈവം നമ്മുടെ ഏതെങ്കിലും തെറ്റിന് തരുന്ന ബാലശിക്ഷയാണോ എന്ന് നാം ഒരു സ്വയപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. So, dear ones, today when the Lord is allowing you to go through a disciplining, let us judge ourselves and see whether is it the Lord trying to correct me for the wrong that I have done. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ ഒന്ന് ബാലശിക്ഷയാകാം. So what we were trying to see was, one, the Lord allowing difficulties and trials is like a discipline in our life. രണ്ടാമത് നമ്മൾ പറഞ്ഞത് നേരത്തെ ചെയ്ത ഒരു തെറ്റിന്റെ സ്വാഭാവിക പരിണിത ഫലമാവാം. Or it can also be the fruit of what you have sown in your flesh in your previous times before knowing the Lord. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പോസിറ്റീവായ 5 കാര്യങ്ങളാകാം. So, and before that we saw positive 5 reasons as to why the Lord is allowing allowing trials in your life. പ്രിയപ്പെട്ടവരെ, ഏത് കഷ്ടങ്ങളായാലും നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക. No matter whatever kind of trials he is allowing, let us go close to the Lord. അത് ബാലശിക്ഷയാണോ, നേരത്തെ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലമാണോ എന്നൊക്കെ നമ്മൾ സ്വയശോധന ചെയ്യുക. We can look into ourselves and judge and see whether is it a discipline or is it a fruit of what I had done in the past. We can look into all those things. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് കൂടുതൽ അനുരൂപപ്പെടാൻ നമ്മളെ സഹായിക്കട്ടെ. May the difficulties that we go through help you to become more and more conformed to the nature of Jesus Christ. ക്രിസ്തുവിന്റെ സാന്നിധ്യം കൂടുതൽ സജീവമാകാൻ നമ്മെ സഹായിക്കട്ടെ. May it help you to feel the presence of Jesus more in your life. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്ന പദവിയോട് കൂടുതൽ നീതി പുലർത്താൻ നമ്മളെ സഹായിക്കട്ടെ. May your trials help you to become more and more worthy of your call for being Christians and to suffer for Christ. കഷ്ടപ്പെടുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കൂടുതൽ കരുണയും സ്നേഹവും അത് തരട്ടെ. May the trials that God allows you to go through help you to be a comfort and to be merciful to others. നമ്മുടെ വിശ്വാസം യഥാർത്ഥമാണെന്ന് തെളിയിക്കപ്പെടാൻ ഈ കഷ്ടതകൾ ഇടയാക്കട്ടെ. May your trials help you to prove that the faith that you have is genuine faith. നമുക്ക് ഏതായാലും ഇന്ന് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലാം. No matter what kind of trials you are going through, let us go close to the Lord Jesus. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. And may the Lord help us all through these words.